ഹലോ എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പോളിനോമിയൽസ് എന്താണ്, അഡീഷൻ ഓഫ് പോളിനോമിയൽസ്, ലൈക്ക് ടേംസ്, എക്സ്പ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി. ഇന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പോളിനോമിയൽസ് ആണ് നോക്കുന്നത്. ഇപ്പോൾ മോണോമിയൽ മൾട്ടിപ്ലിക്കേഷൻ, മോണോമിയൽ ടു ബൈനോമിയൽ, ബൈനോമിയൽ ടു ബൈനോമിയൽ, അങ്ങനെയുള്ളതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പോളിനോമിയൽസ് ഏതൊക്കെയാ? മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ. ഒരേ ഒരു ടേമേ ഉള്ളെങ്കിൽ മോണോമിയൽ. ഇനി രണ്ട് അൺലൈക്ക് ടേംസ് ആണെങ്കിൽ അവരെ ബൈനോമിയൽ എന്ന് പറയും. ലൈക്ക് ടേംസ് അല്ല, അൺലൈക്ക് ടേംസ് ആയിരിക്കണം. രണ്ട് ടേം ഉണ്ടായി അവർ ലൈക്ക് ടേം ആണെങ്കിൽ അവർ ബൈനോമിയൽ അല്ല. ട്രൈനോമിയൽ, അടുത്തത് എന്താണ്? ട്രൈനോമിയൽ. ട്രൈ എന്ന് പറയുമ്പോൾ മൂന്ന് ടേംസ്, മൂന്ന് അൺലൈക്ക് ടേംസ് ഉണ്ടെങ്കിൽ അവരെ ട്രൈനോമിയൽ എന്ന് പറയും. ഇനി അത് കഴിഞ്ഞുള്ള പോളിനോമിയൽസിനും പേരുകളുണ്ട്, പക്ഷെ നമ്മൾ അത് അത്രയ്ക്കും യൂസ് ചെയ്യുന്നില്ല. ഈ മൂന്ന് പേർക്കാണ് നമ്മൾ എക്സാക്ട്ലി പേര് പറയുന്നത്. ഇതിന് മേലുള്ളവരെല്ലാം നമ്മൾ ജനറലി പോളിനോമിയൽ എന്ന് പറയും. Monomial into binomial. Find the product of 2a and 3a plus 2b. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാം. 2a എന്ന് പറയുന്നത് എന്താണ്? ഒരു മോണോമിയൽ ആണ്. അത് കഴിഞ്ഞിട്ട് 3a plus 2b, അവിടെ രണ്ട് ടേം ഉണ്ട്. രണ്ട് ടേമും അൺലൈക്ക് ടേംസ് ആണ്. അൺലൈക്ക് ടേംസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒരു ആൾജിബ്രൈക് ഫാക്ടേഴ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവർ 3a plus 2b എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൈനോമിയൽ ആണ്. ഇനി അവരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ മോണോമിയൽ എഴുതി, ഇൻറ്റു സെക്കൻഡ് ബൈനോമിയൽ എഴുതി. ഇനി ഈ മോണോമിയൽ വെച്ച് ഈ ബൈനോമിയലിൻ്റെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ 2a വെച്ച് 3a മൾട്ടിപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം 2a ഇൻറ്റു 3a. ഇനി ഈ ബൈനോമിയലിൻ്റെ ഇടയിലുള്ള സൈൻ എന്താ? പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് ഇട്ടു. ഇനി മോണോമിയൽ 2a ഇൻറ്റു ബ്രാക്കറ്റിലെ സെക്കൻഡ് ടേം 2b. അപ്പോൾ 2a ഇൻറ്റു 2b. ഇനി ഇവരെ പ്രോഡക്റ്റ് ആക്കി എഴുതാം. അപ്പോൾ 2 ഇൻറ്റു വേണം നമുക്കിതിനെ ഫാക്ടേഴ്സ് ആക്കി എഴുതാം. അപ്പോൾ 2 ഇൻറ്റു എ ഇൻറ്റു 3 ഇൻറ്റു എ പ്ലസ് അടുത്ത ടേംസ്. അപ്പോൾ 2 ഇൻറ്റു എ ഇൻറ്റു 2 ഇൻറ്റു ബി. ഇനി 2 ഇൻറ്റു 3, 2 ഇൻറ്റു 3 എന്താണ്? 6. പിന്നെ എ ഇൻറ്റു എ, അതെന്താണ്? എ സ്ക്വയർ. എ ഇൻറ്റു എ സ്ക്വയർ. ഇനി അടുത്തത് 2 ഇൻറ്റു 2 4. എയും ബിയും അവരുടെ പ്രോഡക്റ്റ് എ ബി. അപ്പോൾ ഇതാണ് അവരുടെ ആൻസർ. മോണോമിയൽ ഇൻറ്റു ട്രൈനോമിയൽ. ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് 2p ആൻഡ് 3p പ്ലസ് 2q പ്ലസ് 4r. അപ്പോൾ ഇത് നമ്മൾ മോണോമിയൽ ഇൻറ്റു ബൈനോമിയൽ ചെയ്ത പോലെ തന്നെയാണ്. ഈ മോണോമിയൽ, ഈ പുറത്തെടുക്കുന്ന ഈ 2p എന്ന് പറഞ്ഞ മോണോമിയൽ വെച്ചിട്ട് ഈ ബ്രാക്കറ്റിനുള്ളിലെ എല്ലാ ടേമിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ 2p ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിലെ ഫസ്റ്റ് ടേം 3p പ്ലസ് വന്ന എന്താ? ആ 2qൻ്റെ ഫ്രണ്ടിലുള്ള ഈ പ്ലസ് ആണ് പ്ലസ്. ഇനി 2p ഇൻറ്റു 2q പ്ലസ് 2p ഇൻറ്റു തേർഡ് ടേം, ബ്രാക്കറ്റിനുള്ള തേർഡ് ടേം 4r ഈക്വൽ ടു. ഇനി നമുക്ക് വരെ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ 2 ഇൻറ്റു 3 6, പിന്നെ p ഇൻറ്റു p സ്ക്വയർ പ്ലസ് ഇനി അടുത്തത് 2p ഇൻറ്റു 2q. അപ്പോൾ 2 ഇൻറ്റു 2 4, p ഇൻറ്റു q pq. ഇനി അടുത്ത ടേം 2p ഇൻറ്റു 4r, 2 ഇൻറ്റു 4 8 pr. അപ്പോൾ മോണോമിയൽ ഇൻറ്റു ട്രൈനോമിയൽ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആൻസർ കിട്ടിയത്. അടുത്ത ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ രണ്ട് ബൈനോമിയൽസ് ആണ്, ബൈനോമിയൽ ഇൻറ്റു ബൈനോമിയൽ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് 2a പ്ലസ് 5b ആൻഡ് 3a പ്ലസ് 2b. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി. ഇനി ഈ ഫസ്റ്റ് എക്സ്പ്രഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ 2a പ്ലസ് 5b എന്നുള്ളതിനെ ഫസ്റ്റ് 2a മാത്രം എടുക്കാം. 2a ഇൻറ്റു ഇനി സെക്കൻഡ് എക്സ്പ്രഷനെ അതേപോലെ തന്നെ എഴുതാം, 3a പ്ലസ് 2b. ഇനി ഫസ്റ്റ് എക്സ്പ്രഷനിൽ മിച്ചമുള്ളത് ആരാണെന്ന് നോക്കാം. എന്താണ്? പ്ലസ് 5b. അപ്പോൾ പ്ലസ് 5b അതേപോലെ എഴുതി. ഇനി ഇൻറ്റു സെക്കൻഡ് എക്സ്പ്രഷൻ 3a പ്ലസ് 2b. ഇനി നമ്മൾ എഴുതിയിരിക്കുന്നതിൻ്റെ ഫസ്റ്റ് പോർഷൻ നോക്കിക്കേ. ഇതെങ്ങനെയാ? ഒരു മോണോമിയൽ ഇൻറ്റു ബൈനോമിയൽ തന്നെയല്ലേ. അപ്പോൾ ഇനി അവിടെ മോണോമിയൽ ഇൻറ്റു ബൈനോമിയൽ രീതിയിൽ പ്രോബ്ലം ചെയ്താൽ മതി. അപ്പോൾ 2a ഇൻറ്റു 3a പ്ലസ് 2a ഇൻറ്റു സെക്കൻഡ് ടേം 2a ഇൻറ്റു 2b
ഇനി അടുത്തത് പ്ലസ് 5b ഇൻറ്റു 3a. അവിടെ മോണോമിയലിൻ്റെ ബൈനോമിയലാണ്. അപ്പോൾ 5b ഇൻറ്റു 3a പ്ലസ് അടുത്തത് 5b ഇൻറ്റു 2b. അപ്പോൾ 5b ഇൻറ്റു 2b. ഇനി 2a ഇൻറ്റു 3a ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 6a² പ്ലസ് അടുത്ത ടേം 2a ഇൻറ്റു 2b 4ab. അടുത്തത് 5b ഇൻറ്റു 3a. അപ്പോൾ എന്ത് കിട്ടും? 15ab. അടുത്തത് 5b ഇൻറ്റു 2b 10b². ഇനി ഈ ടേമുകൾ ഓരോന്നായിട്ട് നോക്കുക. എവിടെയെങ്കിലും വല്ല ലൈക്ക് ടേംസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലേ 4ab-യും 15ab-യും ലൈക്ക് ടേംസ് ആണ്. അപ്പോൾ അവരെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 6a² പ്ലസ് 4ab പ്ലസ് 15ab എന്ത് കിട്ടും? 19ab പ്ലസ് ലാസ്റ്റ് ടേം അത് 10b². അടുത്ത ബൈനോമിയൽ ഇൻറ്റു ട്രൈനോമിയൽ ആണ്. For the question, find the product of 2a plus 5b and 3a plus 2b plus 4c. അപ്പോൾ ഇവിടെ നമ്മൾ ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ ഈ 2a plus 5b എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യും. 2a ഇൻറ്റു എന്ത് ചെയ്യുക? ആ ട്രൈനോമിയൽ അതേപോലെ തന്നെ എഴുതാം. അപ്പോൾ 3a plus 2b plus 4c. ഇനി ബൈനോമിയലിൻ്റെ സെക്കൻഡ് പോർഷൻ എന്താണ്? പ്ലസ് 5b ഇൻറ്റു ട്രൈനോമിയൽ അതേപോലെ തന്നെ എഴുതാം. 3a plus 2b plus 4c. ഇനി നോക്കിക്കേ, ഈ ഫസ്റ്റ് പോർഷൻ എന്താ? ഈ 2a എന്ന് പറയുന്നത് എന്താണ്? ഒരു മോണോമിയലാണ്. ഈ ഭാഗം ഒരു ട്രൈനോമിയലാണ്. അപ്പോൾ ഇനി നമുക്ക് മോണോമിയൽ ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 2a ഇൻറ്റു ഫസ്റ്റ് എക്സ് ടേം 2a ഇൻറ്റു 3a പ്ലസ് ഇനി 2a ഇൻറ്റു സെക്കൻഡ് ടേം 2b പ്ലസ് ഇനി 2a ഇൻറ്റു തേർഡ് ടേം എന്താണ്? 4c പ്ലസ് ഇനി ഈ പോർഷൻ നോക്കാം. 5b ഇൻറ്റു 3a പ്ലസ് 2b പ്ലസ് 4c. ഇവിടെയും മോണോമിയലാണ്. 5b എന്ന് പറയുന്നത് ഒരു മോണോമിയലാണ്. ബ്രാക്കറ്റിനുള്ളിലുള്ളത് ട്രൈനോമിയലാണ്. അപ്പോൾ ഇനി മോണോമിയൽ ഇൻറ്റു ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 5b ഇൻറ്റു ബ്രാക്കറ്റിലെ ഫസ്റ്റ് ടേം 3a പ്ലസ് 5b ഇൻറ്റു ബ്രാക്കറ്റിലെ സെക്കൻഡ് ടേം 2b പ്ലസ് 5b ഇൻറ്റു ബ്രാക്കറ്റിലെ തേർഡ് ടേം 4c. ഇനി ഓരോരുത്തരായിട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ 2a ഇൻറ്റു 3a 6a² പ്ലസ് 2a ഇൻറ്റു 2b 4ab പ്ലസ് 2a ഇൻറ്റു 4c 8ac പ്ലസ് ഇനി 5b ഇൻറ്റു 3a എന്താണ്? 15ab. ba എന്നാണ്, പക്ഷെ അവരെ നമുക്ക് ab എന്ന് എഴുതാം, അതുകൊണ്ട് ഒരു വ്യത്യാസവും ഇല്ല. പ്ലസ് ഇനി 5b ഇൻറ്റു 2b 10b² പ്ലസ് ലാസ്റ്റ് ടൈം 5b ഇൻറ്റു 4c 20bc. ഇനി ഇവിടെ എന്തെങ്കിലും ലൈക്ക് ടേംസ് ഒക്കെ ഉണ്ടോ നോക്കാം. ലൈക്ക് ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ആഡ് ചെയ്ത് എഴുതണം. ഇവിടെ 6a², അവിടെ വേറെ ലൈക്ക് ടേം ഇല്ല, അപ്പോൾ 6a² അങ്ങനെ തന്നെ എഴുതി. പ്ലസ് 4ab-യും ഇവിടെ ഒരു 15ab-യും ഉണ്ട്. അവർ ലൈക്ക് ടേംസ് ആണ്. അവർ ആൾജിബ്രൈക് ഫാക്ടർ സെയിം അല്ലേ, അപ്പോൾ അവരെ ഒരുമിച്ച് ആഡ് ചെയ്തത്. അപ്പോൾ 19ab പ്ലസ് അടുത്ത ടേം 8ac, അവിടെ വേറെ ടേം ഇല്ല. അടുത്തത് 10b² പ്ലസ് 20bc. ഇനിയുള്ളത് ഒരു ചെറിയ എക്സസൈസ് ആണ്. 2 പ്രോബ്ലമേ ഉള്ളൂ. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക.